പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസിൻ്റെ വകഭേദങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞത്. വർത്തമാനകാലത്തിൻ്റെ 4 വകഭേദങ്ങൾ. ഇനി പറയേണ്ടത് ഭൂതകാലത്തെക്കുറിച്ചാണ്, അതായത് പാസ്റ്റ് ടെൻസിനെ കുറിച്ച്. ഭൂതകാലം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പാസ്റ്റ് ടെൻസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. പാസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞു പോയത് എന്നാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ച കാലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരപരിചിതമായിരിക്കുന്ന ഭൂതകാലം. കഴിഞ്ഞുപോയ എന്തിനെ പരാമർശിക്കുമ്പോഴും ഈ ഭൂതകാലമാണ് ഉപയോഗിക്കുക. ഈ ഭൂതകാലത്തിനാകട്ടെ 4 വകഭേദങ്ങളുണ്ട്. 4 വർത്തമാനകാലത്തിൻ്റെ 4 വകഭേദങ്ങൾക്ക് സമാന്തരങ്ങളുമാണ്. ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സാമാന്യ ഭൂതകാലം. 2 പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, തുടർന്നുകൊണ്ടിരുന്ന ഭൂതകാലം. 3 പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പൂർണ്ണതയിലെത്തിയ പഴയ ഭൂതകാലം. 4 പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, തുടർന്നുകൊണ്ടേയിരുന്ന ഭൂതകാലം എന്നിങ്ങനെ 4 വകഭേദങ്ങൾ. ആദ്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയാം. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ദി മാരിയേജ് ഡിസൈഡഡ്, കല്യാണം നിശ്ചയിച്ചു. നിശ്ചയിക്കുന്നു എന്നല്ല, നിശ്ചയിച്ചു എന്നാണ്. എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. ദി മാരിയേജ് ഡിസൈഡഡ്, കല്യാണം നിശ്ചയിച്ചു. ആ കല്യാണം നിശ്ചയിച്ചു എന്ന് വേണമെങ്കിലും പറയാം. നിശ്ചയിക്കുന്നു എന്നല്ല, നിശ്ചയിച്ചു എന്നാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലമായി. ഡിസൈഡ് എന്ന ക്രിയയോട് വെറുമൊരു ED ചേർന്നപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസായി, കഴിഞ്ഞ കാര്യമായി. സാമാന്യ വർത്തമാനകാലത്തേക്കാൾ, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനേക്കാൾ എളുപ്പമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പ്രയോഗം എന്ന് പറയാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റിൻ്റെ എണ്ണം നോക്കി സബ്ജക്റ്റ് ഏകവചനത്തിലാണെങ്കിൽ ക്രിയയോടുകൂടെ യെസ് ചേർക്കണമെന്നും, സബ്ജക്റ്റ് ബഹുവചനത്തിലോ ഐ കർത്താവിൻ്റെ സ്ഥാനത്ത് വന്നാലോ യെസ് ചേർക്കേണ്ട എന്ന നിയമമൊന്നും സിമ്പിൾ പാസ്റ്റ് ടെൻസിലില്ല. കർത്താവ് ഏകവചനത്തിലായാലും ബഹുവചനത്തിലായാലും ഐ തന്നെ കർത്താവിൻ്റെ സ്ഥാനത്ത് വന്നാലും ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ചേർത്താൽ സിമ്പിൾ പാസ്റ്റ് ടെൻസായി. കഴിഞ്ഞ ഒരു സംഭവം, നടന്നു കഴിഞ്ഞ ഒരു സാമാന്യ സംഭവം വിവരിക്കാൻ ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ, അതായത് സാമാന്യ ഭൂതകാലത്തിൽ, കർത്താവ് ഏകവചനമായാലും ബഹുവചനത്തിലാണെങ്കിലും ഐ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നാലും ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്രിയയുടെ പാസ്റ്റ് ടെൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. മിക്ക ക്രിയകളോടും ED എന്ന് കൂടി ചേർന്നാൽ പാസ്റ്റ് ടെൻസായി. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ആസ്ക്, ചോദിക്കുന്നു. ആസ്കഡ്, ചോദിച്ചു. 2 വാക്ക്, നടക്കുന്നു. വാക്കഡ്, നടന്നു. 3 ഡിസൈഡ്, തീരുമാനിക്കുന്നു. ഡിസൈഡഡ്, തീരുമാനിച്ചു. എന്നാൽ ക്രിയയുടെ പാസ്റ്റ് ടെൻസ് കണ്ടെത്താൻ ക്രിയയോട് ED ചേർക്കുക എന്നത് ഒരു പൊതു നിയമമേ അല്ല. കാരണം പല ക്രിയകളുടെയും പാസ്റ്റ് രൂപം
ക്രിയയോടുകൂടി ഇ ഡി ചേർന്നാൽ ഉണ്ടാകുന്നില്ല. ഉദാഹരണം നോക്കുക. ടേക്ക് എടുക്കുക. ടേക്ക് എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ടുക്ക് എന്നാണ്, ടേക്കഡ് എന്നല്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കൂടുതൽ ഉദാഹരണം നോക്കുക. ഐ കില്ലഡ് എ കോബ്ര. ഞാൻ ഒരു മൂർഖനെ കൊന്നു. ഞാൻ എന്നതിന് പകരം നമ്മളെല്ലാവരും ചേർന്നാണ് മൂർഖനെ കൊന്നതെങ്കിൽ അത് പറയേണ്ടത് ഇങ്ങനെയാണ്: വി കില്ലഡ് എ കോബ്ര. നാം ഒരു മൂർഖനെ കൊന്നു. സബ്ജക്റ്റ് ഐ ഞാൻ എന്നാണെങ്കിലും, വി നാം എന്നാണെങ്കിലും, ഹി അവൻ എന്നാണെങ്കിലും, ദേ അവർ എന്നാണെങ്കിലും ക്രിയയുടെ പാസ്റ്റ് ടെൻസ് തന്നെ ചേർത്താൽ സാമാന്യ ഭൂതകാലമായി. ഇനി ഒരു രഹസ്യം പറയട്ടെ. ഇംഗ്ലീഷ് ഗ്രാമർ ഇതിലും മെച്ചമായി ലളിതമായി വിശദമാക്കാൻ മറ്റൊരു സ്രോതസ്സ് കണ്ടെത്താനുള്ള 4 നൂറ്റാണ്ടിൽ കൂടുതലായുള്ള എൻ്റെ ശ്രമം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഇംഗ്ലീഷ് പ്രയോഗങ്ങളെക്കുറിച്ചുള്ള ഗ്രാമർ നിയമങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിലാകും. അടുത്ത വീഡിയോ പാസ്റ്റ് ടെൻസ്, കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്.